ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഒരു ചെറിയ ട്രാവൽ ബ്ലോഗായിട്ടാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള നമ്മുടെ മൈസൂരിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കാഴ്ചകളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇനി എത്ര എപ്പിസോഡ് വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ പോണ കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ഓരോരുപടി എത്തി. അവിടെ നമ്മൾ നേരത്തെ എത്തിയിട്ട് നമ്മളിവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ വെയിറ്റ് ചെയ്യാണ് ഇനി വണ്ടി വരണം. അപ്പോൾ ഗൈസ് നമുക്ക് ബസ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പോയി കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ നേരത്തെ കഴിക്കാൻ വാങ്ങിയിട്ടുള്ള സ്മൂത്തിയും ക്രീം ബണ്ണൊന്നും പോയി കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ചായക്ക് പകരം വാങ്ങിയ ക്രീം ബണ്ണ സ്മൂത്തിയും കുടിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം പോയി കിടന്നുറങ്ങിയിട്ട് നല്ല ഉറക്കശീലമുണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖത്തേക്ക് ലൈറ്റൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ഉറക്കത്തൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നോക്കി നമുക്ക് കാട്ടുകൂടെയൊക്കെ പോകണ്ടിട്ടുണ്ട്. കുറേ മാനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ അതാ. പിന്നെ വീണ്ടും കുറച്ച് ദൂരം ഉണ്ട് റൂമിലേക്ക് നിറഞ്ഞപ്പോൾ വീണ്ടും പോയി വീണ്ടും കിടന്നുറങ്ങി. പിന്നെ റൂമെത്തിയിട്ട് കാണാം. നമ്മുടെ വണ്ടി കുറേ പെട്രോൾ പമ്പിൽ മുഖം കഴുകാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുന്നില്ല, ഭയങ്കര ഒക്കേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ ആ വണ്ടിയിൽ നിന്ന് കുറച്ച് നേരം വീണ്ടും ഉറങ്ങിയിട്ടാണ്. അപ്പോൾ തീരെ വയ്യ, എന്താ അറിയില്ല. പിന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും തോന്നുന്നില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ കഴിച്ച് കൂടെ നേരത്തെ കഷ്ടപ്പെടുന്ന റൂമിലെത്തിയിട്ടാണ്. റൂം രക്ഷയില്ല, അടിപൊളി റൂമായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചായിട്ട് അടിപൊളി റൂമായിരുന്നു. സീനൊന്നുമില്ല, ബാത്റൂമൊക്കെ അടിപൊളി ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ ഫ്രഷ് ആവാൻ പോകാട്ടെ. ഇനി കുറച്ച് കുളിച്ചൊന്ന് റെഡി ആവട്ടെ. അതിന് ശേഷം പോയിട്ട് ഒന്ന് ചായ കുടിക്കണം. അപ്പോൾ കഴിച്ച് നമ്മൾ കുളിയും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കുളിച്ചിട്ടൊന്ന് ഫ്രഷ് ആയിടാം. അപ്പോൾ നല്ല ചൂടുവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് കാലത്ത് തന്നെ കുളിച്ച് നമ്മൾ അടിയെ പോയിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പോകാൻ ബൊഫേന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അടിയെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മുടെ ലിഫ്റ്റിൻ്റെ അവിടെ വന്നപ്പോൾ കിട്ടില്ല വ്യൂ കിട്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആ വ്യൂവും കാര്യങ്ങളൊന്നും നോക്കി എന്തായാലും ലിഫ്റ്റിൽ കയറി പോട്ടെടാ. അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മൾ അടിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അവിടെ ബൊഫേന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കാം.
പൈസ അവിടെ ഉണ്ടായിരുന്ന കേസരി അതേപോലെ ഇഡ്ഡലി ഉഴുന്നുവട പൂരി എടുത്തിട്ട് പിന്നെ അവിടെ ചട്നി കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചിട്ടൊക്കെ ഇഡലും കറിയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ യാത്രയ്ക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോകാനുണ്ട. അപ്പോൾ പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ കൊട്ടാരം കാണാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാണ്. നമ്മളെ ഇന്ത്യക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഫീസ് വെറും 100 രൂപ മാത്രം ആകാനുള്ളൂ. വിദേശികൾക്കാണെങ്കിൽ അത് 200 രൂപയും കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളുണ്ട്. കാലത്താണെങ്കിൽ കൂടി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തിരക്കലും കാര്യങ്ങളൊക്കെ നിന്നിട്ട് അങ്ങനെ അവിടെ പോവാണ്. അപ്പോൾ എന്തായാലും പോകുന്ന അത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മൈസൂർ പാലസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഈ പാലസിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മുടെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് മൈസൂർ പാലസ്. നമുക്ക് എവിടെ നിന്നാലും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിം കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അത്ര അടിപൊളിയായിട്ടുള്ള മൈസൂർ പാലസ് കാണാമെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊന്നും ഒരു കിടിലാണ്. ഒരു രക്ഷയില്ലാത്ത ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പാദരക്ഷകൾ ഇവിടെ ഊരി കൊടുക്കണം കേട്ടോ. നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. പല രീതിക്ക് ശില്പങ്ങളും കാര്യങ്ങളും ഒത്തിരി കാണാം. പിന്നെ അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിലാണ് വാഡിയാർ രാജാക്കന്മാരുടെ കാലത്ത് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അതേപോലെ തന്നെ കുറച്ച് കാലം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും വീണ്ടും തകർക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കൊട്ടാരം നിർമ്മാണം ഉണ്ടായത് 1897 ആരംഭിച്ചത്. പണി കഴിഞ്ഞത് 1912 കേട്ടോ. ഇത് പൂർത്തിയായത് 1940-കളിൽ ഈ കൊട്ടാരം വീണ്ടും വലിപ്പം കൂട്ടുകയും ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രതിവർഷം 27 ലക്ഷം ആൾക്കാർ വരുന്ന ഒരു കൊട്ടാരമായി മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കൊട്ടാരം. അപ്പോൾ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കൊട്ടാരത്തിൽ നമ്മൾ സാധാരണ ഇന്ത്യക്കാർക്കാണെങ്കിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. പിന്നെ വിദേശീയർക്കാണെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കയറാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. പിന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഔട്ട്രോ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു ഇതായിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ പോയി പറയും ഞാൻ ബോറടിച്ചൊന്നും പറയുന്നില്ലതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ അത്ര തന്നെ പറയാനുള്ളതല്ലേ ഡീറ്റെയിൽ ആയിട്ടൊന്നും. അപ്പോൾ ഇതിനെ കുറച്ച് ഇത് ഞാൻ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയി കാണട്ടോ.
ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഫൈൻ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു കല്ലുകൊണ്ടാണ് കേട്ടോ. അത് നമുക്ക് തൊടുമ്പോൾ അറിയാം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ തണുപ്പും കാര്യങ്ങളും ഫീൽ ചെയ്യുന്ന ഒരു പ്രത്യേക ടൈപ്പ് കല്ലായിരുന്നു. സാധാ ഗ്രാനൈറ്റ് ആണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണും.
ഇപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ കാണുന്ന ഡോറാണ് കേട്ടോ നമ്മുടെ സിൽവർ ഡോറ്. നല്ല കട്ടിയും വെയിറ്റൊക്കെ ഉണ്ട് തോന്നുന്നു. നമ്മൾ തൊട്ടോക്കാൻ പാടിയപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തൊട്ടോക്കണേ. തൊട്ടൊക്കെ പത്തൻ കനം നമുക്ക് ഫീൽ ചെയ്തിട്ടല്ലേ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വെറുതെ തൊട്ടോക്കിനായിരുന്നു കേട്ടോ. അപ്പം അത്ര ഇതൊരു കട്ടി ഫീൽ ചെയ്യുന്ന ഒരു സിൽവർ ഡോർ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അത്ര സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാഗത്തും ഗാർഡനും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ വേറെ വിഷയമാണ്. ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനായാലും എവിടെ നിന്നാലും നമ്മുടെ പാലസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ മൈസൂർ പാലസ് കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറേ വീഡിയോസ് വരാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. കൂടുതലായിട്ടുള്ള കിടിലം മൈസൂർ കാഴ്ചകളും കുറുക്ക് കാഴ്ചകളും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. കിടിലം കാഴ്ചകളായിട്ട് ഇനിയും വരാം, നാളെയും വരും കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും കാണുന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം സിയോൺസ് വ്ളോഗ്.